യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. എൻ്റെ പഴയ പേര് കാശ ഉണ്ണികൃഷ്ണൻ, പുതിയ പേര് അന്നപ്പോൾ. ഞാൻ പാലക്കാട് ഒലവക്കോട് റെയിൽവേ കോളനി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് സ്ഥലം വാങ്ങി വീട് വെക്കാനായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട പട്ടത്തച്ഛനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു സ്ഥലം കിട്ടും പറഞ്ഞു. വീണ്ടും ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയ വഴിക്ക് അച്ഛനെ വിളിച്ച് ചോദിച്ചു. അച്ഛൻ പറഞ്ഞാൽ ഞങ്ങളത് വാങ്ങാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ആ സ്ഥലം വേണ്ട, വേറെ സ്ഥലം നമുക്ക് ഈശോ തരും പറഞ്ഞു. വീണ്ടും ഞങ്ങൾ അന്വേഷിച്ചു, സ്ഥലം കണ്ടെത്തി. അപ്പോൾ സ്ഥലം കണ്ടെത്തിയ വഴിക്ക് അച്ഛനെ മോൻ വിളിച്ച് ആ സ്ഥലത്തെന്ന് പറഞ്ഞു. അമ്മയെ അച്ഛനൊന്ന് വിളിച്ച് ചോദിക്കുക, ആ സ്ഥലത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. അപ്പം ഞാൻ അച്ഛനെ വിളിച്ചപ്പോൾ അപ്പോഴും തമ്പുരാൻ ഇടപെട്ട് അച്ഛൻ ഫോൺ എടുത്തു, വാങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടമസ്ഥനെ കാണാനായിട്ട് കടന്നുപോയി. ഉടമസ്ഥൻ 1 സെൻറ്റിന് 3.5 ലക്ഷം പറഞ്ഞ ടൗൺ ഏരിയയാണ്, പക്ഷേ അടുത്ത് പള്ളി എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പം ഞങ്ങൾ അച്ഛൻ പറഞ്ഞതിൽ ഞങ്ങൾക്കത് വാങ്ങണം, എങ്ങനെയായാലും വാങ്ങണം, പിതാവേ ഇടപെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അയാൾ 3.5 ലക്ഷം ആ ചേട്ടൻ പറഞ്ഞെങ്കിലും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് വീട് വെക്കാനല്ലേ പറഞ്ഞപ്പോൾ 40,000 കമ്മിയാക്കി തന്നു. അപ്പം ഞാൻ പരിശുദ്ധാത്മാവേ ഈ ചേട്ടന് നിറയണമേ, 2 കൊരിന്തോസ് 3:17 വചനത്തിൻ്റെ അഭിഷേകം ഈ മാലിൽ നിറയണമേ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ചേട്ടനോട് ഞാൻ സംസാരിക്കാൻ, പിതാവേ ഞാൻ സംസാരിക്കണം, ഈശോ ഈ നിമിഷം ഇടപെടണേ, ചേട്ടാ 10 കൂടി വിട് ചേട്ടാ, 3 ലക്ഷത്തിന് ആക്ക് ചേട്ടാ പറഞ്ഞു. ചേച്ചി പറഞ്ഞ പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് 3 ലക്ഷത്തിന് അന്ന് തന്നെ ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു. സ്ഥലം റേഷ് കഴിഞ്ഞ വഴിക്ക് ഞങ്ങൾ ബഹുമാനപ്പെട്ട പട്ടത്തച്ഛനെ ഇവിടെ കാണാൻ വന്നു. അച്ഛൻ മോനെ നല്ലപോലെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിട്ടാക്കി. എങ്കിലും അവിടെ വെച്ചിട്ട് തന്നെ ആ സമയങ്ങൾ ഒരാഴ്ച ആകാത്തുമ്പോൾ ഞങ്ങൾ കുറ്റിയടിക്കാനുള്ള തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട പട്ടത്തച്ഛനെ വിളിച്ച് ചോദിച്ചു. അച്ഛൻ ബുധനാഴ്ച കുറ്റിയടിക്കാൻ പറഞ്ഞു. ബുധനാഴ്ച കുറ്റിയടിച്ചു. വ്യാഴാഴ്ച ഇടവക വികാരി അച്ഛനും അവിടെ ചേട്ടന്മാരും ഞങ്ങൾ പ്രാർത്ഥിച്ച് കല്ലിട്ടു. ആ നിമിഷം കുറ്റിയടിച്ച ദിവസം തൊട്ട് എൻ്റെ മോൻ വണ്ടി ഓടുകയാണ്. അമ്മേ ഞാൻ ജെറുസലേം നാഥൻ്റെ അവിടേക്ക് ഈ ദശാംശം മാറ്റി വെക്കുകയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഭവനം പണി പൂർത്തിയായ മാസാദ്യ വെള്ളിയാഴ്ച തമ്പുരാൻ്റെ സന്നിധിയിൽ ബഹുമാനപ്പെട്ട പട്ടത്തച്ഛൻ്റെ അടുത്ത് കൊടുക്കുക, സന്തോഷം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി കുറ്റിയടിച്ചു, കല്ലിട്ടു. പിന്നെ പേരപ്പണി പൂർത്തിയാകുമ്പോഴെല്ലാം അച്ഛനെ വിളിക്കാറുണ്ട്. ഇവിടുത്തെ ചേച്ചിമാരെ മധ്യസ്ഥ പ്രാർത്ഥന ശക്തിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഭവനം പണി പൂർത്തിയായപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട പട്ടത്തച്ഛനെ വിളിച്ച് എപ്പോഴാണ് അച്ഛാ കയറി താമസിക്കേണ്ടത് ചോദിച്ചു. ബുധനാഴ്ച കയറി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ച ഒക്ടോബർ മാസം 30-ാം തീയതി ഇടവക വികാരി അച്ഛന്മാർ 2 അച്ഛന്മാർ എല്ലാം അവിടുത്തെ കൈക്കാരി നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ചേച്ചിയുടെ സാക്ഷ്യം, ഒരു വീട്, സ്ഥലം വാങ്ങുന്നു, വീട് പണിയുന്നു, അങ്ങനെ എല്ലാ കാര്യത്തിലും പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ക്രമീകരിക്കപ്പെട്ടു. ചേച്ചി ആഗ്രഹിച്ച രീതിയിൽ സ്ഥലം വാങ്ങിക്കുവാനും അതുപോലെ തന്നെ വീട് വയ്ക്കുവാനും ഒക്കെ സാധിച്ചു. അങ്ങനെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. കരങ്ങൾ ഉയർത്തിയടിച്ച് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം.